നമ്മളോടൊപ്പം ഇപ്പോൾ ശ്രീ എസ് ഡിന്നി, അദ്ദേഹം റിട്ടയർഡ് കേണലാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചർച്ചയിൽ തുടരുന്നുണ്ട്. ശ്രീ എസ് ഡിന്നി, ഇതിപ്പോൾ ഒരു മിഷൻ ഇങ്ങനെ മെഷീനറികളുടെ അഭാവം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു താൽക്കാലിക വിരാമമാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? അതോ ഈ സേനകൾക്ക് ഒരു ദുരന്ത മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് ഒരു പരിധിയുണ്ടോ ദിവസങ്ങളുടെ കാര്യത്തിൽ? മാഡം, ദിവസത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിധിയില്ല. കാലാവസ്ഥയുടെ കാര്യത്തിൽ, പ്രകൃതിയുടെ കാര്യത്തിൽ ഒരു പരിധിയുണ്ട്. അപ്പോൾ അതും നമ്മളിവിടെ കാണുന്നത് ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇതുവരെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അർജുൻ എവിടാണോ എന്ന് നമുക്ക് ഇതുവരെ കാണാൻ അല്ലെങ്കിൽ അറിയാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അസസ്മെൻറ്റിൽ നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് ദിവസം ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അവർ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു, പക്ഷേ കുറേ കാര്യങ്ങളോട് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇത്രയും ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് ഒരു 5 ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ടീം, അതായത് DC ആയാലും ശരി, SDRF, NDRFിൻ്റെ, ആർമിയുടെ, നേവിയുടെ, അതുപോലെ തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലൻ സാറിൻ്റെ പോലുള്ള ആളുകൾ, സ്പെഷ്യലിസ്റ്റിനൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു മാക്സിമം രീതിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ഈ ട്രക്ക് പുഴയിലാണ് എന്നൊരു കൺഫർമേഷൻ കിട്ടിയത്. അതായത് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അതിൻ്റെ തടി കഷ്ണവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും മേജർ ഇന്ദ്രപാലൻ സാറിൻ്റെ ആ എക്യുപ്മെൻറ്റ് വെച്ചിട്ട്, ഐബോർഡ് എന്നുള്ള എക്യുപ്മെൻറ്റ് വെച്ച് നമുക്ക് ഏകദേശം നമ്മളൊരു 4 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോബിലിറ്റി എന്നുള്ളതാണ് അപ്പോഴും പറയുന്നതെങ്കിൽ തന്നെ, പക്ഷേ ഏകദേശം നമുക്ക് ഒരു ഷുവറാണ് അവിടെ ആ ഏരിയയിൽ ഉണ്ടെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ദൗത്യം എന്ന് പറഞ്ഞാൽ അതിന് താഴെ പോയി ഫിസിക്കലി ചെക്ക് ചെയ്യുക, അത് ആ ലൊക്കേഷനിൽ എവിടെയാണ് കൃത്യമായിട്ട് ആ ട്രക്ക് ഉള്ളത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ക്യാബിനിൽ അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ മുന്നിലുള്ള ഏറ്റവും ഫൈനലായിട്ട് നിൽക്കുന്ന അവസ്ഥ. പക്ഷെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്. അവിടുത്തെ നോട്ട്സ് ഇപ്പോഴും ഇന്നും ഒരു 8 നോട്ട്സ് വരെയൊക്കെയാണ് സർഫേസിൽ. ശ്രീ ഈശ്വർ മൽപ്പ ഇന്നലെ പറയുന്ന കേട്ടു, താഴെ വന്നപ്പോൾ അത് 10-12 വരെ പോകുന്നു. സ്വാഭാവികമാണ്, താഴോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഒഴുക്ക് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി, അതായത് സ്വന്തം ജീവൻ റിസ്ക് എടുത്ത് അദ്ദേഹം വന്ന് അപ്പം അത്രമാത്രം ശ്രമിച്ചിട്ട് പോലും പല പ്രാവശ്യം അദ്ദേഹത്തിന് സ്വന്തം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ പോവുകയും ചെയ്തിട്ട് അദ്ദേഹം ഇന്ന് പുറത്തു വന്ന് പറയുകയാണ്, ഞാൻ അവിടെ പോയപ്പോൾ താഴോട്ട് ചെന്നപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ മനസ്സിലാക്കിയാൽ അവിടെ കുറേ പാറകളുണ്ട്, കുറേ മണ്ണുണ്ട്, കുറേ ഒരു ആൽമരം പോലെ ഒരെണ്ണമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റിയാൽ മാത്രമേ നമുക്ക് ട്രക്കിലെടുത്ത് പോകാൻ പറ്റൂ. അങ്ങനെ പോകണമെങ്കിൽ ഇന്നത്തെ അവസ്ഥ വെച്ച് അത് ഫിസിക്കലായിട്ട് ഒരു മനുഷ്യൻ പോയി കണ്ടാലേ പറ്റൂ. പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ പ്രകൃതി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പം എന്ത് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിന് വിതൗട്ട് ടേക്കിംഗ് റിസ്ക്, ഇപ്പം ഈശ്വർ മൽപ്പ ആയാലും ശരി, നേവിയുടെ സൈനികരായാലും ശരി, അവരെല്ലാം റിസ്ക് എടുക്കുന്നതിന് അവർക്കൊരു മടിയില്ല. പക്ഷെ ആ റിസ്ക് കൊണ്ട് ആ റിസൾട്ട് എത്രമാത്രം നമുക്കൊരു അനുകൂലമാണ് എന്നുള്ള വെച്ചിട്ടാണ് അവരെല്ലാം അത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ മറ്റുള്ളവരുടെ ജീവൻ പോലും ഇങ്ങനെ അപകടത്തിലേക്ക് വിടുന്ന രീതി, അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ റെസ്ക്യൂ ടീം അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം തീരുമാനിച്ച് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ സൈഡ് ബൈ സൈഡിൽ മറ്റ് എക്യുപ്മെൻറ്റ്സിൻ്റെ സാധ്യതകളെ അവർ അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതിനെക്കുറിച്ചുള്ള പ്രോബബിലിറ്റീസും വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിലെ DC ആയിട്ട് സംസാരിച്ച് അവിടുന്ന് ഈ അഗ്രോ ഡ്രഡ്ജർ എന്ന് പറഞ്ഞത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ എത്രമാത്രം സക്സസ്ഫുൾ ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഓൺ ഗ്രൗണ്ട് പോയി ചെക്ക് ചെയ്തിട്ട് മാത്രമേ അതിനൊരു ഉത്തരം കിട്ടത്തുള്ളൂ. എത്രത്തോളം മെഷീന്റെ യന്ത്രങ്ങളുടെ സഹായമുണ്ട് എങ്കിലും അവിടെ മനുഷ്യപ്രയത്നം ആവശ്യമാണ്. ആ മനുഷ്യപ്രയത്നത്തിന് നിലവിൽ അവിടെ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.